Welcome to Homemade. ഹലോ വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കണവ അല്ലെങ്കിൽ കൂന്തൽ എന്ന് പറയുന്ന ഈ മീൻ എങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്യാം എന്നുള്ളതാണ്. ഇത് പാചകത്തിൽ അങ്ങനെ എക്സ്പേർട്സ് ആയിട്ടുള്ളവർക്കുള്ളതല്ല, മിക്കവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണിത്. ഇത് പാചകത്തിൽ തുടക്കക്കാരായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ താല്പര്യമുള്ളവർ കാണുക. അപ്പോൾ ഇതെങ്ങനെ വൃത്തിയാക്കുന്നത് നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് കണവ അല്ലെങ്കിൽ കൂന്തൽ, സ്ക്വിഡ് എന്ന് പറയും. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കിതിൻ്റെ തലയും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ബോഡിയും കൂടെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് താഴെ ഒന്ന് പിടിച്ചിട്ട് ആ തലയുടെ പോർഷനിൽ പിടിച്ച് ഒന്ന് പതുക്കെ വലിച്ചാൽ മതിയാവും. അധികം ശക്തി കൊടുക്കേണ്ട കാര്യമില്ല, കാരണം അത് പെട്ടെന്ന് വിട്ടുപോരും. അതിനുള്ളിലൊരു മഷിയുണ്ട്, അത് പൊട്ടിപ്പോകാതെ വേണം നമുക്ക് ഇതെടുക്കാനായിട്ട്. ഇതിൻ്റെ ആ നടുക്ക് കാണുന്നതാണ് കുടലും, അതുപോലെ തന്നെ ആ കുടലിൻ്റെ മേളുവശത്തായിട്ട് ഒരു മഷിയുടെ സഞ്ചിയുണ്ട്. അപ്പോൾ അത് പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ നല്ല നീല നിറത്തിലുള്ള മഷി, കറുപ്പും നീലയും കൂടെ ചേർന്ന ഒരു കളറിലെ മഷി മുഴുവൻ എല്ലായിടത്തും ആകും. അതുകൊണ്ട് അത് പൊട്ടിപ്പോകാതെ സോഫ്റ്റായിട്ട് ഒന്ന് അതിൻ്റെ വായുടെ അവിടുന്ന് അടർത്തിയെടുക്കുക. അതൊക്കെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ വിട്ടു പോന്നോളും, വലിയ പാടൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വലിച്ചെടുക്കുക. കണ്ടോ, ഇത് പൊട്ടിപ്പോകാതെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുടലും എല്ലാം സെപ്പറേറ്റായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ആ കുടലിൻ്റെ എന്തെങ്കിലും അംശങ്ങൾ ചെറുതായിട്ടിങ്ങനെ മഞ്ഞ നിറത്തിൽ കാണുന്നുണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കളയാം. പിന്നെ ഇതിൻ്റെ വായുടെ അകത്ത് ഇത് അതിൻ്റെ കാലുകളൊക്കെയാണ്, അത് നമ്മൾ ഉപയോഗിക്കാറാണ് പതിവ്. പിന്നെ ഇതിൻ്റെ കാലുകളുടെ നടുക്കായിട്ട് ഇതുപോലെ പല്ലുണ്ടാവും. അതിൻ്റെ വായുടെ അകത്ത് ഒരു കട്ടിയുള്ള പല്ലുണ്ടാവും. അപ്പോൾ ആ ഒരു പോർഷൻ, വായുടെ പോർഷൻ നമ്മളിങ്ങനെ പതുക്കെ എടുത്ത് മാറ്റുക. കണ്ടോ, അത് വിട്ടുപോരും, പെട്ടെന്ന് തന്നെ വിട്ടുപോരും. അത് മാറ്റണം കേട്ടോ, അല്ലെങ്കിൽ നമ്മളത് പാചകം ചെയ്യുമ്പോൾ അത് കടിക്കും. ഇനി ആ കണ്ണും ഉള്ള പോർഷൻ ഞാൻ എടുക്കാറില്ല. അതിൻ്റെ ഉള്ളിലുള്ള ആദ്യത്തെ അടിയിലെ ഭാഗം മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ആ കണ്ണിൻ്റെ ആ ഒരു പോർഷൻ മാത്രം മുറിച്ച് സെപ്പറേറ്റ് ചെയ്ത് മാറ്റാം. ഇത് ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ കണ്ണിൻ്റെ ആ ഒരു പോർഷൻ എടുക്കാറില്ല. എന്നിട്ട് അത് നമുക്ക് കളയാം. പിന്നെ അതിൻ്റെ ആ കാലുകളിൽ എന്തെങ്കിലും സ്കിൻ എന്തെങ്കിലും പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, പോകാനുണ്ടെങ്കിൽ കുറേശ്ശെ അത് അടർത്തിക്കളയാം. മുഴുവനായിട്ട് അത് പോവില്ല കേട്ടോ, കുറച്ചൊക്കെ നമുക്ക് ഇതുപോലെ അടർത്തി മാറ്റാം. അപ്പം അതിൻ്റെ കാലുകളും എല്ലാം നല്ല വൃത്തിയായി വന്നിട്ടുണ്ട്. ഇനി അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അതിൻ്റെ ആ ഒരു ബോഡി ക്ലീൻ ചെയ്യാം. ഇതിൻ്റെ പുറത്തായിട്ട് ഒരു ചെറിയ ഒരു മെംബ്രെയിൻ ഉണ്ട്, ഒരു സ്കിൻ ഉണ്ടാകും. അത് നമുക്ക് പാട പോലെയുള്ളത്, അത് നമുക്കിതുപോലെ ഒരു സൈഡിൽ നിന്ന് പൊളിച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങ് പൊളിഞ്ഞു പോരും. നല്ല സുഖമാണ് അത് പൊളിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അത് നമുക്ക് എല്ലാ വശത്തു നിന്നും പൊളിച്ച് മാറ്റാം. അപ്പോൾ അതിൻ്റെ രണ്ട് ചിറക് പോലുള്ള ഫിൻസ് ഉണ്ട്, അതിലും ഉണ്ടാവും ഇതുപോലെയുള്ള തൊലി. അതും കൂടെ നമുക്ക് അടർത്തി മാറ്റാം. അപ്പം നല്ല നീറ്റായിട്ടൊക്കെ എടുത്തിട്ടുണ്ട്, സ്കിന്നെല്ലാം കളഞ്ഞു. ഇനി ഇതിൻ്റെ പുറകിലായിട്ട് നീളത്തിൽ ഒരല്പം കുറച്ച് കട്ടിയുള്ള ഒരു മുള്ള് പോലെയുള്ള ഒരു പോർഷൻ ഉണ്ടാവും. അത് ഇതുപോലെ പതുക്കെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ കിട്ടും. ഇതിന് ഞങ്ങൾ പേനയെന്നായിരുന്നു പറഞ്ഞിരുന്നത്. മഷിയുണ്ട് ഇതിനുള്ളിൽ, പേനയുണ്ടെന്ന് പറയും. അപ്പം അതെടുത്ത് മാറ്റുക. അതിന് ശേഷം ഉള്ളിൽ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ എടുത്ത് മാറ്റുക. അധികം അഴുക്കൊന്നും ഉള്ളിൽ കാണില്ല. മഷി പൊട്ടാതെ നോക്കിക്കഴിഞ്ഞാൽ ഉള്ളിലേക്ക് അഴുക്കൊട്ടും ഉണ്ടാവില്ല. പിന്നെ നമുക്കത് കഴുകിയെടുക്കാം. കണ്ട, നല്ല എളുപ്പമാണ്, നല്ല നീറ്റാണ്. ഇത് പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒട്ടും അതിൽ അഴുക്കൊന്നും ഉണ്ടാവില്ല. മീനിൽ നല്ല വൃത്തിയായി കിട്ടും. ഇത് കണ്ടോ, ഇപ്പം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൊന്നും അങ്ങനെ അഴുക്കൊന്നും ഉണ്ടാവില്ല. മഷി പൊട്ടാതെ നോക്കിയാൽ മാത്രം മതി. അപ്പോൾ നല്ല ക്ലീനായിട്ട് കിട്ടും. ഇനി ഇതിൻ്റെ സൈഡിലുള്ള രണ്ട് ചിറക് പോലത്തെ പോർഷൻ ഉണ്ട്, അത് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുകയാണ്. ഞാനിത് വെച്ച് കൂന്തൽ നിറച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇത് മുറിക്കാതെയാണ് ഇപ്പോൾ എടുക്കുന്നത്.
നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് മുറിച്ചെടുക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.